എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി വിത്ത് ഉഷാസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ NUS+2 സോഷ്യോളജിയുടെ 3-ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസറാണ് തരുന്നത്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെക്കൻഡ് പാർട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഈസ് ദ സോഷ്യോളജിക്കൽ വർക്ക് ഡിഫറെൻറ്റ് ഫ്രം ദ വർക്ക് ഓഫ് എൻ എക്കണോമിക്സ്റ്റ് ആണ്. അതായത് സോഷ്യോളജിക്കൽ വർക്കും അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതേവരുടെ വർക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയാണ് സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ നമ്മൾ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ മനുഷ്യൻ്റെ ഭൗതികക്ഷേമത്തിനെ പറ്റി ഉറപ്പുവരുത്തുന്നതിനെ പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സമൂഹ ശാസ്ത്രത്തിൻ്റെ സഹായം കൂടാതെ സാമ്പത്തിക ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സാമ്പത്തിക ക്രമം, കുടുംബം, സമുദായം എന്നിവയുമായി ഇവ രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെ ഇവ രണ്ടും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. സമൂഹ ശാസ്ത്രജ്ഞന്മാരൊക്കെ മാനുഷിക ബന്ധങ്ങളുടെ നിരവധി ഭാവങ്ങൾക്കൊക്കെ പഠന വിധേയമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിൻ്റെ രീതികൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തവുമാണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി? ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ നരവംശാസ്ത്രമാണ്. നരവംശാസ്ത്രവും അതുപോലെ തന്നെ സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് നരവംശാസ്ത്രം. മനുഷ്യൻ എങ്ങനെ വികാസം പ്രാപിച്ചു എന്ന് നരവംശാസ്ത്രത്തിലൂടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. ആന്ത്രോപോസ്, ലോഗോസ് എന്നീ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് നരവംശാസ്ത്രം ഉടലെടുത്തത്. ശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളത്. നരവംശാസ്ത്രം ഇവ രണ്ടും, നരവംശാസ്ത്രവും അതുപോലെ തന്നെ സമൂഹശാസ്ത്രവും എന്താണ്, ഇരട്ട സഹോദരിമാരായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് നരവംശാസ്ത്രം. നരവംശാസ്ത്രത്തിലൂടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ നിയമപരവും ആയ പ്രശ്നങ്ങൾ, തൊഴിലുകൾ എന്നിവയെല്ലാം പഠന വിഷയങ്ങളാണ്. സാമൂഹ്യ ശാസ്ത്രത്തിലൂടെ അതിൻ്റെ പ്രത്യേക വശങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, സമൂഹശാസ്ത്രത്തിലൂടെ അതിൻ്റെ പ്രത്യേക വശങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. എന്നാൽ നരവംശാസ്ത്രത്തിലൂടെ എന്താണ്, അത് വേറിട്ടൊരു ശാസ്ത്രമായതുകൊണ്ട് തന്നെ അതിൻ്റെ മനുഷ്യൻ്റെ അവൻ്റെ സംസ്കാരം എങ്ങനെ വികസിച്ചുവെന്ന് നരവംശാസ്ത്രത്തിലൂടെ പഠിക്കുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പഠന വിഷയവും അത് തന്നെയാണ്. വർത്തമാന കാലഘട്ടത്തിലെ പറ്റിയാണ് സമൂഹശാസ്ത്രത്തിലൂടെ പഠിക്കുന്നത്. അതായത് അതിൻ്റെ സംസ്കാരവും എങ്ങനെയാണത് ഇന്നത്തെ രീതിയിലേക്ക് വളർന്നു വരുന്ന രീതി കൂടിയാണ് അതിലേക്ക് പഠിക്കുന്നത്, നരവംശാസ്ത്രത്തിലൂടെ പഠിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ പുവർ സയൻസ് ആൻഡ് അപ്ലൈഡ് സയൻസ്? സമൂഹശാസ്ത്രം എന്താണ്? ഒരു ശുദ്ധശാസ്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്. മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ സമൂഹശാസ്ത്രത്തിലൂടെ പഠനത്തിലൂടെ കഴിയുന്നുണ്ട്. മനുഷ്യൻ്റെ പെരുമാറ്റ രീതികൾക്ക് മനസ്സിലാക്കാൻ ശുദ്ധശാസ്ത്രത്തിലൂടെയും കഴിയുന്നുണ്ട്. അതായത് ശുദ്ധശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റ രീതികളൊക്കെ നല്ലോണം മനസ്സിലാക്കിയെടുക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സമൂഹശാസ്ത്ര ശാഖയിൽ പ്രയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് അപ്ലൈഡ് സോഷ്യോളജി അല്ലെങ്കിൽ അപ്ലൈഡ് സോഷ്യോളജി. ഇതെന്താണ്? ഒരു പ്രയോഗ ശാസ്ത്രമാണ്, അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ഒരു രീതിയാണ്. മറ്റേത് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. മനുഷ്യൻ്റെ പെരുമാറ്റ രീതികൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് അപ്ലൈഡ് സോഷ്യോളജി എന്ന് പറയുന്നത്. സമൂഹശാസ്ത്ര ശാഖയിൽ പ്രയോഗിക്കുന്ന എന്താണ് അപ്ലൈഡ് സോഷ്യോളജി, അല്ലെ വാട്ട് ഈസ് അപ്ലൈഡ് സോഷ്യോളജി? സോഷ്യോളജിയുടെ വിവിധ ശാഖകളിൽ പ്രയോഗിക്കുന്ന രീതിയാണ് അപ്ലൈഡ് സോഷ്യോളജി. പിന്നെ അടുത്തത് ബ്രാക്കറ്റിൽ നിന്ന് വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് ഫാക്ട്. അതായത് സൈക്കോളജി എന്നതിൻ്റെ പഠനമാണ് മനസ്സിനെ പറ്റിയുള്ള പഠനമാണ് അത് സൈക്കോ എന്ന് വരുന്നത്. പിന്നെ സ്റ്റാറ്റസ് ടു ദ ഡാഷ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഒക്യുപ്പൻ്റ്. സമൂഹത്തിലെ ഓക്യുപ്പൈസ്, അതായത് വ്യക്തികളുടെ തൊഴിലുമായിട്ടുള്ളതാണ് അത്. സോഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ്, അത് സമൂഹത്തിലെ സോഷ്യൽ പൊസിഷൻ ആണ്. അതുമായിട്ടാണ് നമ്മൾ തൊഴിലായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ഥാനത്തിനനുസരിച്ചാണ് ഒരാളെ പദവി നിർണ്ണയിക്കുന്നത്. സ്റ്റാറ്റസ് എന്നാണ് പദവിയുടെ അർത്ഥം. അടുത്തത് ദ സബ്ജക്റ്റ് ദാറ്റ് സ്റ്റഡീസ് മോർ ബയോളജിക്കൽ സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റ് ഓഫ്. അത് എന്താണ്? മനുഷ്യൻ്റെ
എന്താ പറയുക ബയോളജിക്കലും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരികപരമായിട്ടുള്ള വശങ്ങളെ പറ്റി പഠിക്കുന്ന ഒന്നാണ് ഇത് ആന്ത്രോപോളജി അല്ലെങ്കിൽ നരവംശ ശാസ്ത്രം. ഓക്കെ, താങ്ക്സ്. എല്ലാവർക്കും നന്ദി.